നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിലും തൊഴിലിലും അനിവാര്യമായി വേണ്ട അച്ചടക്കത്തെക്കുറിച്ചാണ്. പലപ്പോഴും നമ്മൾ പരാജയപ്പെടുമ്പോൾ സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്താറുണ്ട്, എന്നാൽ യഥാർത്ഥത്തിൽ അച്ചടക്കമില്ലായ്മയാണ് പല തകർച്ചകൾക്കും കാരണം. വിജയകരമായ ഒരു സംരംഭത്തെയും പരാജയപ്പെട്ട ഒന്നിനെയും തമ്മിൽ വേർതിരിക്കുന്നത് അച്ചടക്കം മാത്രമാണ്. അച്ചടക്കം എന്നാൽ അത് നമ്മുടെ ചിന്തയിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും ഒരുപോലെ ഉണ്ടാകണം. ബിസിനസ്സിൽ പണം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ജാഗ്രത ആവശ്യമാണ്. ആഴത്തിലുള്ള പഠനമോ അറിവോ ഇല്ലാതെ പണം നിക്ഷേപിക്കുന്നത് വലിയ അപകടങ്ങളിലേക്ക് വഴിതെളിക്കും. സമ്പാദ്യം കൃത്യമായ രീതിയിൽ വിനിയോഗിക്കാത്തവർക്ക് ഒരിക്കലും വലിയ വിജയങ്ങൾ കൈവരിക്കാൻ കഴിയില്ല. സമയത്തെ മാനിക്കുക എന്നത് അച്ചടക്കത്തിന്റെ മറ്റൊരു മുഖമാണ്. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നാളത്തേക്ക് മാറ്റിവെക്കുന്ന സ്വഭാവം ഉപേക്ഷിക്കണം. കൃത്യസമയത്തെ കാര്യങ്ങൾ പൂർത്തിയാക്കുമ്പോൾ മാത്രമാണ് നമ്മൾ മറ്റുള്ളവരുടെ മുൻപിൽ വിശ്വസ്തരാകുന്നത്. നമ്മുടെ സംരംഭത്തിന്റെ തലവനായ ആഷ്മുഫാരെ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടുകൾ നാം ഉൾക്കൊള്ളാം. അദ്ദേഹം നമുക്ക് കാണിച്ചുതരുന്ന വഴിയിലൂടെ സഞ്ചരിക്കാൻ മാനസികമായ അച്ചടക്കം നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ഈ യാത്രയിൽ പല തടസ്സങ്ങളും ഉണ്ടായേക്കാം, പക്ഷേ അച്ചടക്കമുള്ള ഒരു മനസ്സിന് മാത്രമേ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സാധിക്കൂ. അറിവ് നേടുക എന്നതിനൊപ്പം തന്നെ അത് പ്രായോഗികമാക്കാനും നാം ശ്രദ്ധിക്കണം. നമ്മുടെ സംരംഭം ലോകമെമ്പാടും പടർന്നു പന്തലിക്കുമ്പോൾ അതിന്റെ ഭാഗമായ നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിത്തമുള്ളവരായി മാറണം. വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളെ സ്വീകരിക്കാൻ നമ്മൾ സജ്ജരാണോ എന്ന് സ്വയം ചോദിക്കുക. ഓർക്കുക, അച്ചടക്കം എന്നത് നമ്മളെ തളച്ചിടാനുള്ള ഒന്നല്ല, മറിച്ച് അത് നമുക്ക് സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി തുറന്നുതരുന്ന ഒന്നാണ്. സ്വയം നിയന്ത്രിക്കാൻ പഠിക്കുന്നവൻ ലോകത്തെ ജയിക്കാൻ പ്രാപ്തനാകുന്നു. അതുകൊണ്ട് നമുക്ക് കൂടുതൽ കരുത്തോടും വ്യക്തമായ ലക്ഷ്യത്തോടും കൂടി മുന്നോട്ട് പോകാം. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കൂടുതൽ അറിവുകൾ പങ്കുവയ്ക്കാൻ ഞാൻ വീണ്ടും എത്തുന്നതാണ്. നന്ദി.